കിട്ടും. അവര് സിഗരറ്റ് വെച്ച് അവരുടെ ദേഹമൊക്കെ പൊള്ളിക്കുകയൊക്കെ ചെയ്തു. എന്താ നശിപ്പിച്ചു. ഞാൻ കുറച്ച് ഇത് അധികം ചെയ്യുന്നുണ്ട്. ഹായ്, എന്റെ പേര് ദേവു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഇന്നത്തെ എന്റെ വീഡിയോ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പ് ADHD കുറിച്ചാണ്. സോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ ഒരുങ്ങി കമ്മലൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാണ് വന്നത്. അന്ന് എനിക്ക് നല്ല എനർജി ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ എനർജി ഭയങ്കര ലോ ആണ്. മാനസികമായിട്ടും ഉള്ള എനർജി വെച്ച് ഞാൻ കുളിച്ച് കൊള്ളാവുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, വീട്ടിലിടുന്ന നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്രീഡോമിനന്റ്ലി ഇന്നറ്റന്റീവ് ADHD ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ റീക്യാപ്പ് പോലെ നമുക്ക് പറയാം. ADHD 3 ടൈപ്പാണുള്ളത്. അതിൽ ആദ്യത്തേത് ഇന്നറ്റന്റീവ് ടൈപ്പ് ADHD, രണ്ടാമത്തേത് ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പ് ADHD, മൂന്നാമത്തേത് കമ്പൈൻ ടൈപ്പ് ADHD. അപ്പോൾ എന്റെ കഴിഞ്ഞ വീഡിയോ ഇന്നറ്റന്റീവ് ടൈപ്പ് ADHD കുറിച്ചാണ്. ലിങ്ക് ഞാൻ കാർട്ടിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പ് ADHD കുറിച്ചാണ്. സോ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പ് ADHD ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റി അഥവാ എടുത്തുചാട്ടവുമാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം. ഇന്നറ്റൻഷൻ അത്രയ്ക്കും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് സിംറ്റംസിനെ കുറിച്ച് നോക്കാം. ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പ് ADHD ഒക്കെ ഉള്ളവര് എപ്പോഴും ഇങ്ങനെ കയ്യോ കാലോ ഒക്കെ ഭയങ്കരമായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നവരായിരിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പം സീറ്റഡ് ആയിട്ട് ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന, ഫോർ എക്സാമ്പിൾ ക്ലാസ് റൂമിൽ നമ്മൾ ഇരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടല്ലോ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും എപ്പോഴും എണ്ണീറ്റ് ഓടിച്ചാടി നടക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിലല്ല, അല്ലെങ്കിൽ ഇന്റർവെല്ലല്ല, സാധാരണ കുട്ടികൾ എപ്പോഴും ഓടി കളിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു സബ്ജക്ട് എടുക്കുന്ന സമയത്തും ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, എത്ര പറഞ്ഞാലും അവർക്ക് ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഇറങ്ങി ഓടി നടക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ഹൈപ്പർ ആക്ടിവിറ്റിയിലുള്ളത്. നമ്മൾ ഇമ്പൾസിവിറ്റിയുടെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആ മുഴുവൻ കോൺവെർസേഷൻ കഴിയുന്നതിന് മുന്നേ പെട്ടെന്ന് ചാടിക്കയറി സംസാരിക്കുക. അതേപോലെ ക്യൂവിലൊക്കെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഒട്ടും ക്ഷമയില്ലാതിരിക്കുക. ഒരുപാട് നേരം ഒരു സ്ഥലത്തൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഇമ്പൾസിവിറ്റിയിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് തോന്നും. ഇപ്പൊ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ പൊതുവെ എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, കുറെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, കുറെ ഇമ്പൾസീവ് ആയിരിക്കും അവര്. പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ എന്താന്ന് വെച്ചാല്, എവിടെയാണോ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യുന്നത്, അത് പഠിക്കുന്നതാവാം. ഇപ്പൊ ഒരു 2 മണിക്കൂർ എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ ആ 2 മണിക്കൂർ മുഴുവൻ ഇടത്തിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റാത്തതാവാം, ജോലി ചെയ്യാൻ പറ്റാത്തതാവാം. ഇതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും നമ്മുടെ ഡെയിലി ലൈഫ് എഫക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഡിഫിക്കൽട്ട് ആവുക, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാത്രമേ നമ്മൾ ഇതിനെ ADHD എന്ന് പറയുള്ളൂ. ഇനി നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ADHD കുറിച്ചാണ് പറയുന്നത്, അതായത് കമ്പൈൻ ടൈപ്പ് ADHD. കമ്പൈൻ ടൈപ്പ് ADHD എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ കാർഡിൽ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. അത് സംസാരിക്കുന്നത് ഇന്നറ്റന്റീവ് ADHD കുറിച്ചാണ്. ഈ ഇന്നറ്റന്റീവിന്റെ സിംറ്റംസ് ഉണ്ടാവും. ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റിയുടെയും ഇമ്പൾസിവിറ്റിയുടെയും സിംറ്റംസ് ഉണ്ടാവും. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ADHD ആണ് കമ്പൈൻ ടൈപ്പ് ADHD. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ADHD അഡൾട്ട്സിലേക്ക് വരുമ്പോൾ, ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ADHD അഡൾട്ട്സിലേക്ക് വരുമ്പോൾ അവരെങ്ങനെയായിരിക്കും അത് കാണിക്കാന്നുള്ളത്. ഞാൻ ഇന്നറ്റന്റീവ് ADHD പറഞ്ഞ പോലെ ഈ സിംറ്റംസ് ഒക്കെ കുറെയൊക്കെ കൺട്രോൾ ചെയ്യാനും, അല്ലെങ്കിൽ ഓവർ ടൈം അതിന്റെ ഒരു ഇന്റൻസിറ്റി ഒക്കെ കുറഞ്ഞു വരും എന്ന് കരുതി ADHD പോയി എന്ന് ഒരർത്ഥമില്ല. ADHD അപ്പോഴും ഉണ്ട്. ഈ ഹൈപ്പർ ആക്റ്റീവും ഇമ്പൾസീവ് സിംറ്റംസും ഒക്കെ അവരെ വേറെ രീതിയിലായിരിക്കും ലൈഫിനെ എഫക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇമ്പൾസിവിറ്റി ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, റിസർച്ച് കാണിക്കുന്നുണ്ട് സാധാരണ ഉള്ള ആൾക്കാരെക്കാൾ ADHD ഉള്ളവര് ഹൈലി പ്രോൺ ടു അഡിക്ഷൻ ആയിരിക്കും. ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള അഡിക്ഷൻ ആവാം. ചിലപ്പോൾ അത് ഷുഗർ ആവാം, സോഷ്യൽ മീഡിയ ആവാം, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഗെയിംസ് കളിക്കുന്നതാവാം, ആൽക്കഹോൾ ആവാം, സബ്സ്റ്റൻസ് അബ്യൂസ് വരെ ചെന്ന് നിൽക്കാൻ മതി. അപ്പോ സാധാരണ ആൾക്കാരെക്കാളും അവര് എന്തിന് പ്രോണാണ്, അഡിക്ഷന് പ്രോണാണ്. അതേപോലെ ഭയങ്കര ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര അവര് റാഷ് ഡ്രൈവിംഗ് ആയിരിക്കും ചെയ്യുന്നത്. അവർക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുന്ന, ആ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്ന അത് ഭയങ്കര ഇഷ്ടമാണ്. അത് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു സാധനം അവർക്കില്ല.
ഓക്കെ. അതേപോലെ ഇമ്പൾസീവ് ഷോപ്പിംഗ് ചെയ്യുന്നവർ, നമ്മളിപ്പോ നിങ്ങൾ വിചാരിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാവരും ഇമ്പൾസീവ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാറുണ്ടാവും. യെസ്, ഇമ്പൾസീവ് ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ പരസ്യങ്ങളൊക്കെ ഇത്ര ആക്റ്റീവ് ആയ ഒരു കാലത്ത് ആൾക്കാർ ഇമ്പൾസീവ് ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പ് ADHD ഉള്ളവര് ഇമ്പൾസീവ് ഷോപ്പിംഗ് ചെയ്ത് ചിലപ്പോൾ അവര് ബാങ്ക്രപ്റ്റ് ആയി പോകും. അവരുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാതിരിക്കും, എന്നാലും അവർക്ക് ആ ഇൻസ്റ്റിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് അവർ എത്തും. അതേപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ADHD അഡൾട്ട്സ് കാണിക്കുന്നതാണ് ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ അങ്ങ് അവരെടുത്ത് കളയും. ചിലപ്പോൾ വർക്കിലായിരിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം. അതൊക്കെ തന്നെ അവരുടെ റിലേഷൻഷിപ്സിനെ അഫക്ട് ചെയ്യും. സോ ഇങ്ങനെ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും ജീവിതത്തിലെ ജോലിയെ അല്ലെങ്കിൽ പഠിത്തത്തിനെ, റിലേഷൻഷിപ്സിനെ, അങ്ങനെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സിനെ അഫക്ട് ചെയ്യുമ്പോൾ നമുക്കതിനെ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ADHD ആണെന്ന് പറയാൻ പറ്റും. ഇനിയും എനിക്ക് പറയാനുള്ളത്, ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ADHD ഉള്ളവരെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ADHD ആണെങ്കിൽ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നിങ്ങൾ ലൈഫിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയും സൈക്യാട്രിസ്റ്റിനെയും ഹെൽപ്പ് എടുക്കുക. മരുന്നും തെറാപ്പിയും നിങ്ങളുടെ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ADHD അല്ലെങ്കിൽ ഏതൊരു ADHD ആയിക്കോട്ടെ അതിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. സെക്കൻഡ് വൺ എന്താന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ ഈ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ADHD ഉള്ള കുട്ടികളാണെങ്കിലും ചിലർക്ക് കൺവെൻഷണൽ സ്പോർട്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ചിലപ്പോൾ അതായത് ഇപ്പൊ ബാസ്കറ്റ് ബോളോ ഫുട്ബോളോ അതൊക്കെ കളിക്കാൻ അവർക്ക് അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ഇമ്പൾസീവ് ആയിട്ടായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചിലർക്കത് ഓക്കെ ആയിരിക്കും, ചിലർക്കത് ഓക്കെ ആയിരിക്കില്ല. എങ്ങനെ ആയിരുന്നാലും ഡു ഇന്റൻഷണൽ മൂവ്മെന്റ്, നിങ്ങൾ ഇന്റൻഷണൽ മൂവ്മെന്റ് ചെയ്യുക. അത് ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ADHD അല്ലെങ്കിൽ ADHD പൊതുവെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ, ഫിഡ്ജറ്റ് ടോയ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് പ്രീഡോമിനന്റ്ലി ഇന്നറ്റന്റീവ് ADHD ആണ്. അതുകൊണ്ട് തന്നെ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ADHD കുറിച്ചുള്ള ഒരു വീഡിയോക്ക് ഞാൻ എത്രത്തോളം ജസ്റ്റിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ ഇമ്പൾസിവിറ്റിയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ ടിക്കറ്റ് ഒക്കെ ഇപ്പം ട്രെയിനിലൊക്കെ കയറിയിട്ടാണെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ കീറിക്കളയാനുള്ള ഒരു ടെൻഡൻസിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഫിഡ്ജറ്റ് ടോയ്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ കോട്സ് ആൻഡ് കഡിൽസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓഫ് കോഴ്സ് ഈ വീഡിയോ സ്പോൺസേർഡ് അല്ല, കാരണം എനിക്ക് 33 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും വീഡിയോ സ്പോൺസേർഡ് ആയിരിക്കില്ലല്ലോ. അപ്പോ ഈ ടോയ് എന്താ, ഇൻഫിനിറ്റ് ക്യൂബ് ഫിഡ്ജറ്റ് ടോയ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ 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 പലതരത്തില് ഇങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. നല്ല രസമാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പൊ നമുക്ക് ആ ഒരു ഇമ്പൾസിവിറ്റി, നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനത്തില് നശിപ്പിച്ച്, ഞാൻ കുറച്ച് ഇത് അധികം ചെയ്യുന്നുണ്ട്, അപ്പൊ അത് നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെ ഉള്ളൊരു ടെംപ്ടേഷൻ നിങ്ങളുടെ കുറഞ്ഞ് നിങ്ങൾക്ക് ഇതുപോലെ ഫിഡ്ജറ്റ് ടോയ്സ് ഉപയോഗിക്കാവുന്നതാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പം ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ADHD ഉള്ള കുട്ടികള് എന്തെങ്കിലും ഇതൊരു ഭയങ്കര വലിയൊരു പ്രശ്നമല്ല. വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇന്റലിജൻസ് കോഷ്യന്റിനെ എഫക്ട് ചെയ്യുന്ന, IQ-നെ എഫക്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്രശ്നമല്ല. പലപ്പോഴും ഈ ADHD ഉള്ള കുട്ടികള് ക്യൂരിയോസിറ്റിയും ക്രിയേറ്റിവിറ്റിയും ആ ഒരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഹൈപ്പർ ആക്റ്റീവും ഇമ്പൾസീവും ഒക്കെ ആവുന്നത്. അതായത് ഒരു സാധനം ഇത് എന്താ നോക്കാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കാം. ചിലപ്പോ പുതിയൊരു കളിപ്പാട്ടം കിട്ടിയാൽ അത് എങ്ങനെയൊക്കെ നമുക്ക് പുതിയൊരു സാധനം അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കാം അവിടെ ഇമ്പൾസിവിറ്റി ആയിട്ട് വരുന്നത്. അപ്പോ അത് അവരുടെ ഒരു പോസിറ്റീവാണ്, ADHD ഒരു പോസിറ്റീവാണ് ഈ പറയുന്ന ക്യൂരിയോസിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ. ഓക്കെ. അപ്പോ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ പൊതുവെ ADHD കുറിച്ചും ഓട്ടിസത്തിനെ കുറിച്ചും ഒക്കെ ഒരുപാട് അവയർനെസ് വരുന്നുണ്ട്. ഇപ്പൊ എന്നെ പോലുള്ള ആളുകൾ ADHD ഉള്ളവരൊക്കെ തുറന്ന് സംസാരിക്കുന്നുണ്ട്, വളരെ നല്ല കാര്യമാണ്.
പക്ഷെ അവയർനെസ്സിന് ഒപ്പം തന്നെ കുറെ മിസ്ഇൻഫർമേഷനും വരുന്നുണ്ട്. ഞാനിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് ADHD ഉണ്ടോ അല്ലെങ്കിൽ ഓട്ടിസം ഉണ്ടോ, ഞങ്ങളെ റിസോൾവ് ചെയ്ത് തരും, ഞങ്ങളെ ക്യൂർ ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ വരുന്ന കാണാം. എങ്ങനെയാണ് ഇവർ ക്യൂർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ADHD ഒരിക്കലും ക്യൂറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. നമ്മള് ഒരു സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാല് മരുന്നും തെറാപ്പിയും ഉപയോഗിച്ച് ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഇടയ്ക്ക് ജൂൺ 2 വന്ന ഒരു വാർത്തയാണ്, ഡെറാഡൂണിലെ സ്പെഷ്യൽ നീഡ്സ് കിഡ്സിനുള്ള ബോർഡിംഗ് സ്കൂളിൽ 2 ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ബ്രദേഴ്സ് അബ്യൂസ് നേരിട്ടു. അവരെ സിഗരറ്റ് വെച്ച് അവരുടെ ദേഹമൊക്കെ പൊള്ളിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന പരസ്യങ്ങളൊക്കെ പോലെ നമുക്ക് 10 ദിവസം ഞങ്ങളുടെ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തു, അത് കഴിയുമ്പോൾ ADHD പോകും അല്ലെങ്കിൽ ഓട്ടിസം പോകും, ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വിശ്വസിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നിങ്ങളുടെ സമയവും പൈസയും ഒക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് ADHD മാത്രമേ ഉള്ളെങ്കിൽ ഇങ്ങനെയുള്ള സെന്റേഴ്സിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് ADHDയും ട്രോമയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെ നന്നായിട്ട് ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെയോ സെന്റേഴ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഫോൾസ് ക്ലെയിം ഒക്കെ വെച്ച് അഡ്വർടൈസ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ADHD ഉള്ളവർക്ക് പട്ടാള ചിട്ടയൊന്നുമല്ല വേണ്ടത്, അവർക്ക് അക്സെപ്റ്റൻസ് ആണ് വേണ്ടത്. പേരൻസ് അംഗീകരിക്കുക, അവരെ ചുറ്റുമുള്ള ആളുകൾ അംഗീകരിക്കുക, ഇതൊക്കെയാണ് അവരുടെ മെന്റൽ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇത്രയേ ഉള്ളൂ, ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കാരണം നമ്മളിവിടെ കൂടുതലും ADHDനെയും പ്രൊഡക്ടിവിറ്റിനെയും സെൽഫ് കെയറിനെയും മെന്റൽ ഹെൽത്തിനെയും ഒക്കെ പറ്റിയായിരിക്കും സംസാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇന്നറ്റൻറ്റീവ് ADHD ആയതുകൊണ്ട് വീഡിയോയുടെ എത്ര ജസ്റ്റിസ് ചെയ്തു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ADHD ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത്. അടുത്ത വീഡിയോ എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു, നല്ലൊരു വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.